എച്ചിൽ പാത്രം ഇങ്ങനെ വലിച്ചെറിഞ്ഞിട്ട് പോയാ പോരാ, കഴുകി വെക്കണം. നീ ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്ന സുപ്പീരിയർ ഓഫീസർ ഒന്നും അല്ലല്ലോ. അവനവൻ കഴിക്കുന്ന പാത്രത്തിലെ എച്ചില് അവനവൻ തന്നെ കഴുകി വെക്കണം. അത് ചെയ്തെന്ന് വെച്ച് ആകാശൊന്നും ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല. നിർത്തടി. ഞാനൊരു അടുക്കളക്കാരിയുടെ മകളൊന്നും അല്ല. കരുണാകരക്കുറുപ്പിന്റെയും സുമലതയുടെയും മകളാ. എന്റെ എച്ചിൽ പാത്രം കഴുകിയെന്ന് വെച്ച് നിനക്ക് പ്രത്യേകിച്ച് കേടുപാടുകളൊന്നും സംഭവിക്കാൻ പോകുന്നില്ലല്ലോ. സംഭവിക്കും. ഞാൻ മതില് ചാടി വന്ന പെണ്ണൊന്നും അല്ല. 4 പേര് കാണുക താലി കെട്ടി കൊണ്ടുവന്ന പെണ്ണ യഥാർത്ഥ മരുമകള്. ഒളിച്ചു ചാടി വന്ന് മരുമകളായവളുടെ പാത്രം കഴുകേണ്ട ഗതികേടൊന്നും തൽക്കാലം എനിക്കില്ല. എന്തു പറഞ്ഞാലും മതിൽ ചാടി വന്നു. അതല്ലാതെ വേറൊന്നും പറയാനില്ലല്ലോ നിങ്ങൾക്കൊന്നും. പ്രേമൊന്നും പറഞ്ഞ് പുറകെ വാലാട്ടി നടന്നവന്റെ ഗതികേട് കണ്ടിട്ടാ മതിൽ ചാടേണ്ടി വന്നത്. അത് എന്റെ തെറ്റ് തന്നെയാ. എന്ന് വെച്ച് അധികം കിടന്നങ്ങ് വിളയല്ലേ. എന്റെ കുഞ്ഞിന് വിഷം കൊടുത്തു തൊലച്ച കുടുംബക്കാരാ. അതിന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നല്ലോ. ഉണ്ടായിരുന്നെങ്കിൽ കണക്കായിപ്പോയി. അതിന്റെ കണക്കാ ഞാൻ തീർത്തോണ്ടിരിക്കുന്നത്. എന്റെ എല്ലാ ദാസിപ്പണികളും ഇവിടെ ഉള്ളവർ ചെയ്തു തീർക്കണം. ഇതെന്റെ പ്രതികാരോ. പ്രതികാരം ധാഷ്ടിയൊക്കെ സ്വന്തം കുടുംബത്തിൽ പോയി കാണിച്ചാ മതി. എന്നോട് കാണിച്ച ഞാൻ വകവെക്കില്ല. അതിന് നീ ആരാണ്? ഇവിടുത്തെ കെട്ടിലമ്മയോ? എന്താ എന്താ ഇവിടെ പ്രശ്നം? എന്റെ പാത്രം കഴുകാൻ ഇവൾക്ക് മനസ്സില്ലാന്ന്. അത്രയ്ക്കങ്ങ് അഹങ്കരിക്കാൻ ഇവൾക്ക് എന്ത് യോഗ്യത ഉള്ളത്? എന്താ സുചിത്ര ഇതൊക്കെ? ഹരിതയുടെ പാത്രം കൂടി ഒന്ന് കഴുകി വെച്ചാൽ നിനക്ക് എന്ത് കുറവാ സംഭവിക്കാൻ പോകുന്നത്? കേട്ടല്ലോ, ഞാൻ ചോദിച്ച ചോദ്യം തന്നെയാ അമ്മയും ചോദിക്കുന്നത്. അപ്പോ തെറ്റ് നിങ്ങളുടെ ഭാഗത്താ. മോളെ, വഴക്ക് വേണ്ട. നിന്റെ പാത്രം ഞാൻ കഴുകി വെച്ചോളാം. ഇവിടെ ശരിയാവും തോന്നില്ല. അടുക്കളക്കാരിയുടെ ആട്ടും തുപ്പും കൊണ്ട് ഔദാര്യത്തിൽ കഴിയേണ്ട ഗതികേടൊന്നും എനിക്ക് വന്നിട്ടില്ല. ദേവി, പ്രശ്നമാവുമല്ലോ. എനിക്ക് ഒരു സൗകര്യമില്ലല്ലോ.